ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഞാൻ ഹിപ്നോട്ടിക് കൗൺസിലർ അനലിസ്റ്റ് കോച്ച് ആൻഡു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വയംഭൂവ മനുവിനെയും ശതരൂപയെയും കുറിച്ചാണ്. ബൈബിളിലെ ആദിമ മനുഷ്യനായ ആദിത്തെയും ഹവയെയും പോലെ, ഖുറാനിലെ ആദിമ മനുഷ്യരായ ആദിത്തെയും ഖദീജാബിയെയും പോലെ, ഹിന്ദു മിത്തോളജിയിലെ ആദിമ മനുഷ്യരാണ് സ്വയംഭൂവ മനുവും ശതരൂപയും. മനു എന്ന വാക്കിന്റെ അർത്ഥം മനനം ചെയ്യാൻ കഴിവുള്ളവൻ അഥവാ ചിന്തിക്കാൻ കഴിവുള്ളവൻ എന്നതാണ്. മനുവിന്റെ പിന്തുടർച്ചക്കാരായതുകൊണ്ടാണ് നമ്മൾ മനുഷ്യർ എന്നറിയപ്പെടുന്നത്. ഈ മനുവിന് ഒരു പ്രത്യേകതയുണ്ട്. സ്വയംഭൂവ മനുവാണ്. അതായത് സ്വന്തം ഉള്ളിലുണ്ടാകുന്ന ചിന്തകളെ പറ്റി ചിന്തിച്ച് ആകുലപ്പെടുന്നവരാണ് നമ്മളിലെ ആണുങ്ങൾ പലരും. ഒരു ദിവസം ശരാശരി 60,000-70,000 ചിന്തകളിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുന്നുണ്ട്. അതിൽ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് അധികവും. കുറച്ച് പോസിറ്റീവും അപൂർവം മാത്രം ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് ഉള്ളത്. സ്വന്തമായി ചിന്തിച്ചു കൂട്ടി സ്വയം തലവറ ഒരുക്കുന്ന ആണുങ്ങളെല്ലാം മനുവിന്റെ പ്രതീകങ്ങൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചിന്തകളിൽ പലതും നെഗറ്റീവും അപൂർവം ചിലത് മാത്രം പോസിറ്റീവും അതിലും അപൂർവം മാത്രം ക്രിയേറ്റീവും. ചിന്തകളുടെ ഫലമായി അവനവനിൽ അസ്വസ്ഥത രൂപപ്പെടുകയും അത് കൂടെയുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഏതൊരു ഡിസാസ്റ്ററിന്റെയും ഉത്ഭവ കേന്ദ്രത്താണ് അതിൽ ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടാകുക. ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കുന്നതും അത് അതിന്റെ ഉത്ഭവസ്ഥാനത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ചെയ്ത് നെഗറ്റീവ് ചിന്തകളിലൂടെ സ്വന്തം നിലനിൽപ്പും കൂടെയുള്ള ആൾക്കാരുടെ നിലനിൽപ്പും ഇക്കൂട്ടർ അപകടത്തിലാക്കുന്നു. അഥവാ ക്ലിയർ കട്ടായി ചിന്തിക്കുന്നവരെ പോലും ഇത്തരക്കാർ അപകടത്തിലാക്കുന്നു. എന്നാൽ അപൂർവം ചില ക്രിയേറ്റീവ് തിങ്കേഴ്സ് നല്ല പല കണ്ടുപിടുത്തങ്ങളും സ്റ്റാർട്ടപ്പുകളും പുതിയ ബിസിനസ്സുകളും തുടങ്ങി ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നവരും ഉണ്ട്. എന്നാൽ ആണുങ്ങളുടെ ഒരു പ്രത്യേകത, അവർക്ക് ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ സംസാരിക്കുന്നത് ആദ്യത്തെ ഫീമെയിലായ ശതരൂപയെ കുറിച്ചാണ്. ശത എന്നാൽ 1000 എന്നും രൂപ എന്നാൽ ഭാവം എന്നാണ് അർത്ഥം. വാക്കിനർത്ഥം 1000 രൂപത്തിൽ വിരാജിക്കാൻ കഴിവുള്ളവർ അഥവാ 1000 രൂപങ്ങൾ എടുക്കാൻ കഴിവുള്ളവൾ എന്നാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ്. അവർക്ക് ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങളിൽ പ്രവർത്തിക്കാനാകും. സയൻസും പറയുന്നത് സ്ത്രീകൾ മൾട്ടി ടാസ്കേഴ്സ് ആണ് എന്നുള്ളതാണ്. ആണുങ്ങൾ ലോജിക്കൽ തിങ്കേഴ്സ് ആണെങ്കിൽ സ്ത്രീകൾ ഇമോഷണൽ തിങ്കേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും കൂടുതൽ വർക്കാവുന്നത് സ്ത്രീകൾക്കാണ്. ശതരൂപയുടെ പ്രത്യേകത, ശതരൂപയ്ക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഇമോഷണലി ഒരുപാട് ചാലഞ്ച് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഏറ്റെടുക്കാനും അത് ഭംഗിയായി ചെയ്യാനും സ്ത്രീകൾക്ക് തന്നെയാണ് കഴിവ് കൂടുതൽ എന്നുള്ളത് ഇന്നത്തെ സയൻസും പറയുന്നുണ്ട്. മാത്രമല്ല, ബയോളജിക്കലി ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. നമുക്കറിയാം, പല വ്യവസായ പ്രമുഖരും തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങൾ നഷ്ടത്തിലോടുമ്പോൾ അത് അവരുടെ ഭാര്യമാർ ഏറ്റെടുത്ത് അത് ഭംഗിയായി വിജയിച്ച് കൊണ്ടു നടക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ സ്ത്രീകളുടെ ആന്തരികമായ ശക്തിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നു. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. നമസ്തേ.